കല്യാണം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ വൈഫ് ഹസ്ബൻഡിനോട് ചോദിക്കും നമുക്കൊന്ന് മാറി നിന്നാലോ, മാറി താമസിച്ചാലോ, നമുക്ക് വേറെ ഒരു വീടെടുത്ത് താമസിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മുഖം ചുളിയും. ചില ഹസ്ബൻഡുമാരെ മുഖം ചുളിയായി ഓരോരോ വീടും പരിസരവും കുടുംബക്കാരും ഇതൊക്കെ അവിടെ ഇട്ടുങ്ങാണ്ട് നിങ്ങളിപ്പം ജീവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് മാറി താമസിക്കാമെന്ന് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല അവൾക്ക്. ഇവിടെ ഇത് പടച്ചം കൊടുത്ത റൈറ്റാടോ. അങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏർപ്പാടാക്കി കൊടുക്കണം. ഓള് വേറെ താമസിക്കണം, നമുക്കായിട്ടൊരു വീട് വേണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ ജോലി അതാണ്. അതിൽ ഓളോട് പോയിട്ടില്ല ഇജിൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഇവർ പിന്നെ ഞാൻ എന്താ ചെയ്യുക, അവരെന്താ അങ്ങനെ ചെയ്യുക, അങ്ങനെ അത് ഓളെ റൈറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ഇപ്പം എന്താ എന്തിനത് ചോദിച്ചേ, ഇക്ക നമുക്കൊരു പുതിയ വീട് എടുക്കുക, എന്നിട്ട് ഇക്ക കിങ് ആയിട്ടും ഞാൻ ക്വീനായിട്ടും പിന്നെ നമുക്കൊരു കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു നമ്മളുടേതായിട്ടുള്ളൊരു വീട്, നമ്മളുടേതായിട്ടുള്ള ജീവിതം അത് ആഗ്രഹിച്ച് ചോദിക്കണതാവും. പിന്നെ അവരവരുടെ പ്രൈവസി മാറ്ററും കൊണ്ട് ചോദിക്കണതാവും. ഇതിലെന്താ തെറ്റ്? ഇതുപോലും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ മനസ്സിലാവും. ചിലവർ എങ്ങനെയാണ്, അവർക്ക് സാഹചര്യം മോശമാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ എന്താ പറയണ്ടേ, മോളെ ഇപ്പോഴേക്ക് സാഹചര്യം കുറച്ച് മോശമാണ്, എന്തായാലും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിക്കണേ, ഞാൻ അംഗീകരിച്ചിരിക്കണേ, നമുക്ക് അതിനുള്ള പരിപാടികളൊക്കെ നോക്കാം, എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കാം. ഇതുപോലും പറഞ്ഞു കൊടുക്കാത്ത എത്ര ഹസ്ബൻഡുമാരുണ്ട്. ഇവരൊക്കെ എന്ത് ചേമ്പറിച്ച പരിപാടികൾ കല്യാണം കഴിച്ചു? അത് എന്ത് മനുഷ്യന്മാരത്. നിങ്ങളൊക്കെ പിന്നെ കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഓളൊന്ന് വീട് മാറി താമസിച്ചാലും ചോദിച്ചതിന് ഓൾക്ക് തലാക്കൊല്ലാൻ നിൽക്കുക. പക്ഷേ ചില വൈഫ് ചോദിക്കുന്നുണ്ട്, ചില വൈഫിന് ഓക്കെയാണ്, ഓരോ വാപ്പാൻ്റെ ഒപ്പം അല്ലെങ്കിൽ മനപ്പം നിൽക്കാൻ ഓക്കെയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നിങ്ങൾ ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലായ? അതും ഓൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഫേവറാണ്. പക്ഷെ ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യമില്ല.